2026 മലയാള സിനിമാ ലോകത്തിനും പ്രേക്ഷകർക്കും വലിയ പ്രതീക്ഷയുള്ള വർഷമാണ്. ബിഗ് ബഡ്ജറ്റ് സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങളാണ് അടുത്ത വർഷം തിയേറ്ററിൽ എത്താൻ പോകുന്നത്. മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രം പേട്രിയറ്റ് മുതൽ മോഹൻലാലിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ദൃശ്യം 3 വരെ 2026 പ്രേക്ഷകരെ കാത്തിരിക്കുന്ന ചിത്രങ്ങളാണ്. പട്ടികയിൽ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തിരുത്തിക്കുറയ്ക്കാൻ ഒരുങ്ങുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളും യുവതാരങ്ങളുടെ വേറിട്ട പരീക്ഷണങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ട്. 2026 പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പാട്രിയേറ്റ് 2026 സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമാണ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പാട്രിയേറ്റ്. ചിത്രത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചെത്തുന്നത് തന്നെയാണ് ഇതിന് പ്രധാന കാരണം. നീണ്ട കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇരുവരും വീണ്ടും ഒരുമിക്കുന്നത്. മമ്മൂട്ടിയും മോഹൻലാലും പുറമെ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര എന്നിവരും ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിന് ഭാഗമാകുന്നുണ്ട്. 2026 വിഷുവിനാണ് ചിത്രം തിയേറ്ററിലെത്തുന്നത്. ദൃശ്യം 3 മലയാള സിനിമാ പ്രേമികൾ എല്ലാം ഒരുപോലെ കാത്തിരിക്കുന്ന ചിത്രമാണ്. മോഹൻലാലിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ദൃശ്യം 3 ചിത്രം ഏപ്രിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായി. ജോർജ് കുട്ടിയും കുടുംബത്തിനെയും കാത്തിരിക്കുന്ന പുതിയ പരീക്ഷണങ്ങൾ എന്തായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകരും. ഐ ആം ദ ഗെയിം ദുൽഖർ സൽമാൻ നായകനാകുന്ന വമ്പൻ പ്രോജക്റ്റ് ഒന്നാണ് ഐ ആം ദ ഗെയിം. അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ മലയാളം റിലീസിൽ ഒന്നായി ഇത് മാറും. നഹാസ് ഹിദായത്ത് ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ബേഫിർ ഫിലിംസിന്റെ ബാനറിൽ ദുൽഖർ സൽമാൻ, ജോൺ വർഗീസ് എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത്. അടുത്ത വർഷം പുറത്തിറങ്ങുന്ന ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റിനും വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ഐ നോബഡി പൃഥ്വിരാജ് സുകുമാരൻ കേന്ദ്ര കഥാപാത്രമായി നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് നോബഡി. മമ്മൂട്ടിയുടെ റോഷാക്കിന് ശേഷം നിസാം ബഷീർ ഒരുക്കുന്ന ഈ സിനിമ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ഹെസ്റ്റ് മൂവിയായിരിക്കും. സോഷ്യോ പൊളിറ്റിക്കൽ ചിത്രമായിരുന്ന പേരിൽ തന്നെ കൗതുകം സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായിരുന്നു. ഖലീഫ പൃഥ്വിരാജിനെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഖലീഫ. ചിത്രത്തിൽ മോഹൻലാലും എത്തുന്നുണ്ട്. മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന കഥാപാത്രപ്പെട്ടാണ് ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്നത്. രണ്ട് ഭാഗങ്ങളെ ഒരുക്കുന്ന ഖലീഫയുടെ രണ്ടാം ഭാഗത്തിലാണ് മാമ്പറക്കൽ അഹമ്മദ് അലിയായി മോഹൻലാൽ നായകനായി എത്തുന്നത്. ചിത്രം 2026 ഓണം റിലീസായി ഖലീഫയുടെ ആദ്യ ഭാഗം എത്തുക. മലയാളികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഷാജി പാപ്പനും സംഘവും വീണ്ടും എത്തുന്നത്. മിഥുൻ മാനു തോമസ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം 3Dയിലായിരിക്കും എത്തുന്നത് എന്നാണ് സൂചന. ഇതിനു പുറമെ ഫഹദ് ഫാസിൽ, ടൊവിനോ തോമസ്, ബേസിൽ എന്നിവരുടെ ഹൈ ബജറ്റ് ചിത്രങ്ങളും അടുത്ത വർഷം എത്തുമെന്നാണ് സൂചന.